ഇത് ഒരു ഉത്സവം വ്ളോഗാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ, അതായത് അന്നനാട്, ചാലക്കുടിക്കടുത്തുള്ള അന്നനാടിൽ വേലുപ്പള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഒരു വ്ളോഗാണ്. എൻ്റെ വീട് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത് ബാലശാസ്ത്ര അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, ഒരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ശിവനും വിഷ്ണുവിനും കൂടി ഉണ്ടായ മകനാണല്ലോ ബാലശാസ്താവ്. അച്ഛനും അമ്മയും മകനുമായിട്ടാണ് ആ ഒരു 3 അമ്പലങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉത്സവം, അതായത് ഉത്സവം നാളെയാണെങ്കിൽ ഇന്ന് അച്ഛൻ്റെ തിരുനടയിൽ ആചാരവെടി മുഴക്കിയതിന് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉത്സവത്തോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നാളെയാണ് ഉത്സവം. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ആചാരവെടി എല്ലാം മുഴക്കിയിട്ടാണ് അവിടെ തുടങ്ങുള്ളൂ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. മണിയാകുമ്പോൾ ആചാരവെടിയെല്ലാം മുഴക്കി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ ആനച്ചമയ പ്രദർശനത്തിന് വിളക്ക് കൊളുത്തുക. ആനച്ചമയ ഇവിടെ ഒരു ദിവസത്തെ ഉത്സവം മാത്രമേ ഉള്ളൂ. അതായത് അയ്യപ്പൻ്റെ പിറന്നാൾ ഒരു ദിവസമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 7 ആനയുടെ ഉത്സവമാണ്. വെടിക്കെട്ടും എല്ലാ കാര്യങ്ങളുമാണ്. മേളം, പഞ്ചവാദ്യം, തായമ്പക, ഇതെല്ലാമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടികൾ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തലേദിവസം സാംസ്കാരിക സന്ധ്യ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആനച്ചമയ പ്രദർശനമുണ്ട്. തൃശ്ശൂർ ജില്ലയിലൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഇതൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ചാലക്കുടി ആയതുകൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇല്ലേ ആനച്ചമയവും കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആനച്ചമയം പ്രദർശനവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എഴുന്നള്ളിപ്പിന് കുടമാറ്റവും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുടകളും നിരത്തി വെച്ചേക്കുന്നത്. പോകാറുണ്ട്. 3 മണിയാകുമ്പോഴേക്കും കാഴ്ചശുഭയിലേക്ക് നമുക്ക് അവ നിർത്തേണ്ടി വരും. ഇത്തവണ ആ ഒരു പ്രശ്നം, ഇവിടെ വരുന്ന ഒരു ഭക്തനും ഇവിടുത്തെ പിറന്നാൾ സദ്യ കഴിക്കാൻ പറ്റാതെ വിഷമിച്ച് പോകരുത് എന്നുള്ള കൃത്യമായ ഭരണസമിതിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ചർച്ച. അപ്പോൾ പിറ്റേ ദിവസം, അതായത് ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ 5 മണിയായപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് നിർമ്മാല്യം തൊഴാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണത്. അത് പക്ഷേ ആ നാട്ടുകാർക്കായിരിക്കും അത് ആ ഒരു അത്രയും ഒരു ഫീലിങ്സിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നെയ്വിളക്കെല്ലാം കൊളുത്തിയിട്ടാണ് നമ്മൾ ഈ നിർമ്മാല്യം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് അയ്യപ്പൻ്റെ പിറന്നാളാണ്. അതൊരു നാടിന് മൊത്തം ആഘോഷമാണ്. ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ഈ ഉത്സവം. ഉത്രവിളക്ക് എന്നാണത് വ്യാപകമായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 101 കഥന പൊട്ടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇത്തവണ ബാലശാസ്താവിൻ്റെ കോലം കയറ്റാൻ വേണ്ടി വരുന്നത് നമ്മുടെ ഗുരുവായൂർ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം നന്ദനാണ് വരുന്നത്, നന്ദനാനിയാണ് വരുന്നത്. ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം കയറ്റുന്ന ആനയാണ് ഇത്. അപ്പോൾ ഈ ആനേനെയാണ് നമ്മൾ ഇപ്രാവശ്യം നടുക്ക് നിൽക്കുന്ന ആന, അതായത് തിടമ്പേറ്റുന്ന ആന ഗുരുവായൂർ നന്ദനാണ്. അപ്പോൾ ഇപ്രാവശ്യം കോടതി വിധിയും കാര്യങ്ങളും സ്വീകരണ പരിപാടികളും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോടതി വിധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ വളരെ ചെറുതായിട്ട് മാത്രം നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ആനേനെ സ്വീകരിക്കുന്നതൊക്കെ വലിയൊരു പരിപാടി തന്നെയാണ്. ഈ ഒരു അമ്പലത്തിൽ നമ്മൾ എപ്പോഴും ആനയുടെ കാര്യങ്ങൾ അവർക്ക് ആന ഇതുവരെ ഇടഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ആനകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുരക്ഷയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് അമ്പലത്തിൽ എല്ലാ പ്രാവശ്യം ഉത്സവം നടത്താറ്. അതുപോലെ തന്നെ വെടിക്കെട്ടും ഇവിടെ പ്രധാനമാണ്. അതിൻ്റെയും അതായത് അത്യാവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ട് തന്നെയാണ് വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഈ സ്വീകരണ അമ്പലത്തിൻ്റെ നടക്കെത്തി നന്ദൻ്റെ അയ്യപ്പനെ വണങ്ങി ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആനയൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. 11 മണിയാവുമ്പോൾ ആനയൂട്ടുണ്ട്. ആനയൂട്ടിന് വേണ്ടിയിട്ടാണ് ആനകളെല്ലാം നിരന്ന് നിൽക്കുന്നത്. ഇതിൽ ശരിക്കും 7 ആനയുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും 3 ആനകൾക്ക് മാത്രമാണ് ഇവിടെ നിർത്തി ആനയൂട്ട് കൊടുത്തിട്ടുള്ളൂ, ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആനകൾക്കെല്ലാം അത് കിട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ 7 ആനകൾക്കും ഒരുമിച്ചാണ് കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് 3 ആനകൾക്കാക്കി കൊടുത്തത്. അതും ഭഗവാന്റെ നടക്കൽ വെയിലായതുകൊണ്ട് ഈ ആലിൻ്റെ ചോട നിന്നിട്ടാണ് എല്ലാ ആനകൾക്കും ആനയൂട്ട് നടത്തിയത്. അത് കഴിഞ്ഞ് ഇതേ പിറന്നാൾ സദ്യയാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നത്. ഏകദേശം 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ സദ്യ കഴിക്കാൻ കയറി. കാരണം നല്ല തിരക്കായിരിക്കും. ഏകദേശം 8,000-ൽ മേലെ ആളുകൾക്കുള്ള സദ്യയാണ് ഈ അമ്പലത്തിൽ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണമുള്ളൂ. കാരണം ഭക്ഷണം വേറെ കൊടുക്കാൻ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ പിറന്നാൾ സദ്യ എല്ലാം കഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കറിയും പായസം അടക്കമുള്ള സദ്യ ഉണ്ടാക്കുകയാണെങ്കിലും അന്യനാട്ടിലുള്ളവർ പിറന്നാൾ സദ്യ കഴിച്ചിട്ട് തന്നെയാണ് ഇരിക്കാറ്. പിറന്നാൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഏകദേശം 3 മണിയോട് കൂടിയാണ് കാഴ്ചശിവേലി ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം ആ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് സമയം വൈകി 4 മണിക്കാണ് കാഴ്ചശിവേലിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇവർ ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി കണ്ടോ ജാതിയുടെ ചോടയൊക്കെയാണ് ആനകളെല്ലാം നിർത്തിയിരിക്കുന്നത്. അത്രയും എല്ലാ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഇത് 3 മണിയുടെ കാഴ്ചശിവേലി തുടങ്ങി. ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മേളമുണ്ട്. മേളം 3 മണിക്ക് ഇപ്രാവശ്യം 4 മണിക്കാണ് തുടങ്ങിയത്. മേളം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6:30 വരെ ദീപാരാധന വരെ ഈ എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഉണ്ടാവും, മേളവും ഉണ്ടാവും. അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിലാണ് എല്ലാ കൊല്ലവും ഇവിടെ ഫുൾ സെറ്റ് മേളം ഇവിടെ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഈ സാമ്പിൾ വെടിക്കെട്ട് കഴിയുമ്പോൾ തന്നെ തായമ്പാഗ്യം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വെളുപ്പിനാണ് ഉത്രംവിളക്ക് എഴുന്നള്ളിപ്പ്. അതായത് ഇത് കാഴ്ചശിവേലിയാണെങ്കിൽ മറ്റേത് മെയിനായിട്ടുള്ള ഉത്രംവിളക്ക് എഴുന്നള്ളിപ്പ് വെളുപ്പിന് 12 മണിക്കായിരുന്നു സാധാരണ ആവാറ്. ഇപ്രാവശ്യം അത് 1 മണിക്കാണ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ പഞ്ചവാദ്യമാണ് ഉള്ളത്. അപ്പം മേളവും തായമ്പാഗ്യം പഞ്ചവാദ്യവും ഇവിടെയുണ്ട്.
വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇട്ടാൽ ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെടിക്കെട്ടിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. സാമ്പിളിൻ്റെയും ഒറിജിനൽ മെയിൻ വെടിക്കെട്ടിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടും. ഇത് വെളുപ്പിനാണ് കേട്ടോ. ഇത് വെളുപ്പിന് ഭഗവാനെ പുറത്തേക്ക് ഉത്രം വിളക്ക് എഴുന്നള്ളിപ്പിന് വേണ്ടി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഒരു 12:30 ആയപ്പോഴാണ് ഇത് നടക്കുന്നത്. ഇനി അതൊരു വെളുപ്പിന് 6 മണി വരെ ഈ ഒരു എഴുന്നള്ളിപ്പ് നീണ്ടു നിൽക്കും. അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ മെയിനായിട്ടുള്ള വെടിക്കെട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞ് 5 മണി 4:30 ആകുമ്പോൾ നമ്മുടെ പഞ്ചവാദ്യം തീർന്നിട്ട് വീണ്ടും പ്രധാന മേളം വീണ്ടും ഉണ്ടാവും.